ഹായ് സർ. ഒരു ബിസിനസ് തുടങ്ങുക അല്ലെങ്കിൽ ബിസിനസ് മൈൻഡ് സെറ്റ് വളർത്തുക, അതുപോലെ തന്നെ പഠിച്ച് ചെയ്യുക എന്നുള്ളതൊക്കെ ഓക്കെ. പക്ഷെ എത്ര പഠിച്ചാലും എത്ര ചെയ്താലും നമ്മൾ മൈൻഡ് സെറ്റ് ഉപയോഗിച്ചാലും ഇൻകം അല്ല നമ്മുടെ ടേൺ ഓവർ കൂടണമെങ്കിലും അതുപോലെ നമ്മൾ വിചാരിച്ച ആ ലെവലിലേക്ക് നമ്മളെ പ്രോഫിറ്റ് കൂട്ടണമെങ്കിൽ ശരിയായ രീതിയിൽ മാർക്കറ്റ് ചെയ്യുക തന്നെ വേണം. ആ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് കറക്റ്റ് ആകുമ്പോഴാണ് ആ ബിസിനസ്സിൻ്റെ ആ ഫ്ലോയും പിന്നെയും വീണ്ടും വീണ്ടും ചെയ്യാനുള്ള ആ വ്യഗ്രതയൊക്കെ വരുന്നത്. BMS 5 സെയിൽസ് ആൻഡ് മാർക്കറ്റിങ്ങിനെ കുറിച്ചാണല്ലോ. അപ്പോൾ സാറിന് അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഓക്കെ, BMS 5 എന്ന് പറയുന്നത് നമുക്ക് മാർക്കറ്റിംഗ് മാസ്റ്ററിയാണ്. അപ്പം സെയിൽസും മാർക്കറ്റിങ്ങും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ സെയിൽസിനകത്ത് നമ്മൾ നമുക്ക് ആ വേണ്ടപ്പെട്ട പ്രോസ്പെക്റ്റിനെ കണ്ടെത്തുന്നത് മുതൽ സെയിൽ ക്ലോസ് ചെയ്ത് സർവീസ് കൊടുക്കുന്ന ആ 8 എണ്ണം തീർന്നു. പക്ഷേ മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും പബ്ലിസിറ്റി, PR, അഡ്വർടൈസ്മെൻറ്റ്, പ്രൈസിങ്, പ്രൊമോഷൻ, ഇങ്ങനെ ഒരുപാട് ആക്ടിവിറ്റി പ്ലസ് സെയിൽസ് കൂടെ കൂടുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് വരുമ്പോൾ അപ്പോൾ നമുക്ക് ഇതിനകത്ത് നമ്മൾ നോക്കുമ്പം ഈ BMS 5 ശരിക്കും പറഞ്ഞാൽ നമ്മുടെ NLP സെയിൽസ് മാസ്റ്ററിയുടെ ഒരു ചേട്ടനെന്ന് വേണേൽ പറയാം. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ലേണിംഗ് പ്രോഗ്രാം തന്നെയുണ്ട്. അപ്പം ഈ എപ്പോഴാണോ നമുക്ക് ആവശ്യമുള്ള അപ്പോൾ തന്നെ നമുക്കിത് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ നമുക്ക് ഈ മാർക്കറ്റിംഗ് മാസ്റ്റർ നമ്മൾ ചെയ്യുമ്പോൾ ഒരു കോംപ്രിഹെൻസീവായിട്ട് ബിസിനസ്സിനെ കുറിച്ചല്ല, അതിനകത്ത് ബ്രാൻഡിങ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റാണ്. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തുകൊണ്ട് ലേറ്റസ്റ്റ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ഒരു വളരെ എക്സ്പേർട്ടായിട്ട്, അപ്പോൾ നമ്മൾ ഈ ബ്രാൻഡിങ് ഒക്കെ ഭയങ്കര കോസ്റ്റ്ലിയാണ്. അപ്പം അത് നമുക്ക് തന്നെ നേരിട്ട് ചെയ്യാനായിട്ട് പറ്റും. ആരും വേണ്ട, നമ്മൾ മാത്രം വെച്ചിട്ട് നമുക്ക് ഇതും ഒരുപാട് കാലത്തെ റിസർച്ചിന് ശേഷം നമ്മളെടുത്ത് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അതിനെ വീണ്ടും ഇമ്പ്രൂവ് ചെയ്ത് ഓരോ പ്രാവശ്യം ക്ലാസ് എടുക്കുമ്പോഴത്തേനും ഇമ്പ്രൂവ് ചെയ്യും. വീണ്ടും നമ്മൾ ക്ലാസ് എടുക്കുമ്പോഴത്തേക്ക് വീണ്ടും നമ്മൾ അതിനെ ഇമ്പ്രൂവ് ചെയ്യും. അപ്പോൾ അങ്ങനെ ഇമ്പ്രൂവ് ചെയ്ത് നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്തെടുത്തേക്കുന്നതാണ്. അപ്പം അതുകൊണ്ടെന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രോഗ്രാം ബൈ ചെയ്ത് അത് നമ്മൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ 90 ദിവസത്തെ കാലാവധി ഉള്ളത്. അപ്പോൾ നമ്മളത് ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു നേട്ടം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കംപ്ലീറ്റ് മാർക്കറ്റിംഗ് നമ്മുടെ കൈത്തലത്തിന് നിൽക്കും. നമ്മളിപ്പോൾ ആ മാർക്കറ്റിംഗ് എവിടെയാണോ നമുക്ക് കുറവുള്ളത് നമ്മുടെ ബിസിനസ്സിനകത്ത്, ആ ഒരു ഭാഗം മാത്രം നമ്മളെടുത്തങ്ങ് ചേർത്താൽ മതി. അപ്പം നമ്മളെങ്ങനെയാണ് അതിനകത്ത് കുറച്ച് യുണീക്ക് ബിസിനസ് ഐഡിയാസ് വരും. അതുപോലെ തന്നെ സ്ട്രാറ്റജിക് മാർക്കറ്റിംഗ് വരും. അതുപോലെ മാർക്കറ്റിംഗ് ഇൻ്റലിജൻസസ് വരും. ഹൈപ്പർ പേഴ്സണലൈസേഷൻ ഇൻ മാർക്കറ്റിംഗ്. അതുപോലെ പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ് ആൻഡ് ഇന്നോവേഷൻ ആൻഡ് സോഷ്യൽ മീഡിയ ആൻഡ് ഇൻ്റർനെറ്റ് മാർക്കറ്റിംഗ്, മൊബൈൽ മാർക്കറ്റിംഗ് ആൻഡ് മൊബൈൽ ആപ്പ് ഡെവലപ്മെൻറ്റ്, മാർക്കറ്റ് പൊസിഷനിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്ട്രാറ്റജിക് ബ്രാൻഡ് മാനേജ്മെൻറ്റ് ആൻഡ് ഇമോഷണൽ ബ്രാൻഡിങ് ആൻഡ് കൺസ്യൂമർ സൈക്കോളജി, സെയിൽസ് സ്ട്രാറ്റജീസ് ആൻഡ് നെഗോസിയേഷൻ സ്കിൽസ് ആൻഡ് സെയിൽസ് പ്രൊമോഷൻ ടെക്നിക്സ്, പിന്നെ ഇമോഷണൽ ഇൻ്റലിജൻസ് ഇൻ സെയിൽസ് ലീഡർഷിപ്പ്. അപ്പോൾ നമ്മുടെ ഏത് ഇമോഷൻസാണ് നമ്മളെ വിപ്പിക്കുന്നത്, ആൻഡ് ഓപ്പറേഷൻസ് ആൻഡ് ഗ്രോത്ത് സ്ട്രാറ്റജീസ് ആൻഡ് ലോജിസ്റ്റിക്സ്, നമ്മൾ സാധനങ്ങൾ വരികയും പോവുകയും ട്രാൻസ്പോർട്ടേഷനും അവിടെ ഒരു സപ്ലൈ ചെയിൻ നമ്മൾ എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്, ക്യാഷ് ഫ്ലോ എങ്ങനെയാണ് നമുക്ക് കൃത്യമായിട്ട് കൊണ്ടുവന്നുകൊണ്ടിരിക്കുക, ROI എങ്ങനെ മാനേജ് ചെയ്യുക, ട്രാക്ക് ചെയ്യാം. പിന്നെ നമ്മൾ ട്രേഡ് എഗ്രിമെൻറ്റ്, ഗ്ലോബൽ മാർക്കറ്റ് ഇൻസൈറ്റ്സ്, ഇമോഷണൽ ഇൻ്റലിജൻസ് ഇൻ പ്രൊഡക്ടിവിറ്റി, നമ്മൾ പ്രൊഡക്ടിവിറ്റിയിൽ എങ്ങനെയാണ്. അപ്പോൾ ഇത് നമുക്ക് ബിസിനസ് ഓണേഴ്സും അവരുടെ മാർക്കറ്റിംഗ് മാനേജേഴ്സും സീനിയർ എക്സിക്യൂട്ടീവ്സിനും വളരെ നല്ലതായിരിക്കും. അപ്പോൾ ഈ മാർക്കറ്റിങ്ങിൻ്റെ മേഖലയിൽ ഉള്ള ജോലികൾക്ക് ശരിക്കും പറഞ്ഞ് ഇത് പഠിച്ചു കഴിഞ്ഞാൽ വലിയ സഹായമാണ്. അപ്പോൾ ഓൾറെഡി അപ്പോൾ ഇതിന് ആർക്കും പങ്കെടുക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. പക്ഷേ സ്പെസിഫിക് റെഫറൻസ് ടു ആന്ത്രപ്രനേഴ്സ് അവർക്കാണ് എപ്പോഴും നമ്മൾ ഓഫ്ലൈനിലൊക്കെ വന്ന് ക്ലാസ് എടുക്കാനായിട്ട്
അനുഭവിക്കാനായിട്ട്. ഇതിപ്പോൾ ഒരു കാര്യം ചെയ്യുക, നമ്മളിപ്പം ക്ലാസ് വരുന്ന കാലഘട്ടം കാത്തിരിക്കുകയൊന്നും വേണ്ട. എപ്പോഴാണെങ്കിലും ഇപ്പം നെക്സ്റ്റ് മൊമെൻറ്റ് തന്നെ നിങ്ങൾക്ക് എടുക്കണമെങ്കിൽ എടുക്കുക. നിങ്ങളുടെ ബ്രാൻഡിങ് സൂപ്പറായിട്ട് ചെയ്യുക, നിങ്ങളുടെ പ്രൊമോഷൻസും PR-ഉം എല്ലാം നന്നായിട്ട് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ബെറ്റർ ആക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു നല്ല സക്സസ്ഫുൾ ബ്രാൻഡ് ആക്കാം. അപ്പം മാർക്കറ്റിങ്ങിനെ കുറിച്ച് നമ്മൾ കൂടുതൽ പഠിക്കുന്നു എന്നുള്ളതാണ്, ഡെപ്തിൽ പഠിക്കുന്നു. അപ്പം കാര്യങ്ങൾ അറിഞ്ഞിട്ട് ചെയ്യുമ്പോഴത്തേക്കും വളരെ സ്പീഡിൽ. അപ്പം ഞാനെപ്പോഴും കണക്കൂട്ടുന്നൊരു കോഴ്സ് ഉണ്ടെങ്കിൽ ആ കോഴ്സ് ചെയ്യുന്ന 1-2 ആഴ്ച കൊണ്ട് തന്നെ ആൾക്കാർ പറയണം വ്യാപാര ലാഭമാണ് എനിക്കിത് ഈ കോഴ്സ് എടുത്തുകൊണ്ടെന്ന്. പക്ഷേ ഇത് വളരെ പോസിറ്റീവായിട്ട് വളരെ ഒപ്പീനിയൻ വന്നിട്ടുള്ളൊരു പ്രോഗ്രാമാണ് ചെയ്തത്. 5 years മുമ്പായിട്ടാണ് ഈ പ്രോഗ്രാം ഒരിക്കൽ നമ്മൾ ചെയ്തത്. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പം ഇത് വീണ്ടും റിസർച്ച് ചെയ്ത് തയ്യാറാക്കി ഫൈനലി ഉള്ള പ്രൊഡക്റ്റായിട്ടാണ് നമ്മളിതിനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഇതിനകത്ത് കൂടുതലൊരു കട്ടിങ് എഡ്ജ് ഹൈടെക് മാർക്കറ്റിംഗ് തന്ത്രങ്ങളും ഇതിനകത്ത് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ റീച്ച് കുറച്ചുകൂടെ മാക്സിമൈസ് ചെയ്യുക, പിന്നെ ഓംനി ചാനൽ ഉണ്ടായിരിക്കുക, എല്ലാ ചാനൽസിനും നമുക്ക് കൊടുക്കാനായിട്ട് പറ്റുക. പിന്നെ നമ്മൾ കോമ്പറ്റീറ്ററും നമ്മളുമായിട്ട് അങ്ങനെ നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. നമ്മൾ വെച്ചാൽ നമുക്ക് എന്തുകൊണ്ട് പറയാനായിട്ട് പറ്റും. പിന്നെ നമ്മളുടെ വാല്യൂ പ്രൊപ്പോസിഷൻസ് എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, പ്രൂവൺ സ്ട്രാറ്റജീസ് എങ്ങനെയാണ് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റുന്നത്. അപ്പോൾ പിന്നെ ഇക്കോ ഫ്രണ്ട്ലി ഒരു മെത്തേഡുകളിൽ അങ്ങനെ ബിസിനസ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഒരു റെക്കഗ്നേഷൻ കിട്ടുക, ഗെയിൻ കിട്ടുക, ഒരു വാലിഡേഷൻ കിട്ടുക, അതൊക്കെ ഇതിനകത്ത് അപ്പം ഉണ്ട്. നമ്മൾ പഠിച്ചു എന്നത് തന്നെ ഒരു എവിഡൻസ് ആണ്. പിന്നെ ഇതിപ്പോൾ ഓൺലൈൻ എടുക്കുമ്പോൾ നിങ്ങളുടേതായ പേസ് അനുസരിച്ച് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അപ്പം കൺവീനിയൻ്റ് ആയിട്ട് എനി ടൈം എനിവെയർ. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ കൂടെ നിങ്ങളുടെ PS-ഉമായിട്ടും നിങ്ങൾക്ക് നിങ്ങൾ വേണ്ടപ്പെട്ടവരുമായിട്ടൊക്കെ നിങ്ങൾക്ക് കണക്റ്റഡ് ആകാം. അപ്പോൾ നിങ്ങളുടെ സ്കിൽ സെറ്റ് ഇത് പഠിക്കുന്നതോടുകൂടി സ്കിൽ സെറ്റ് ഇനോർമസ് ആയിട്ട് കൂടും. ഈവൻ ജോബ് മാർക്കറ്റിലാണെങ്കിലും നിങ്ങളുടെ ബിസിനസ് തന്നെ നടത്തിക്കൊണ്ട് പോകാനായിട്ടും മറ്റുള്ളവരുടെ ലീഡർഷിപ്പ് കിട്ടാനുമൊക്കെ ഇത് വളരെ അനുഗ്രഹമാണ്. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഒരു മാർക്കറ്റിംഗ് പൊട്ടൻഷ്യാലിറ്റി മെഷർ ചെയ്യാനായിട്ട് മാർക്കറ്റ് സ്റ്റഡി നമ്മുടെ ഒരു ഏരിയയാണ്. മാർക്കറ്റ് സ്റ്റഡി ചെയ്യാനായിട്ട് അതേപോലെ തന്നെ നമുക്ക് പിന്നെ ഇതിനകത്ത് ഒരു ട്രാൻസ്ഫോംഡ് മാർക്കറ്ററെയാണ് നമ്മളെപ്പോഴും കാണാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു പ്രോഗ്രാം നോക്കുമ്പോഴത്തേക്ക് നമുക്കൊരു വളരെ വലിയ സാധ്യത അഥവാ ചാൻസ് ഉള്ള ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, നിങ്ങളൊരു കാര്യം ചെയ്യുക, ഒന്ന് എടുത്ത് ഉപയോഗിച്ച് നോക്ക്. ഇതിന് നിങ്ങൾക്ക് ബിസിനസ്സിനകത്ത് എന്തുമാത്രം സെയിൽസ് മാർക്കറ്റിംഗ് എന്തുമാത്രം കൂടുന്നു എന്നുള്ളത് അറിയിക്കുന്നത് വളരെ നന്നായിരിക്കും. ഓൾ ദ ബെസ്റ്റ്.